Dear students, we are going to enter the first chapter of our English, the seed of truth. The seed of truth. It is our first English chapter, first English, the unit 1, the seed of truth. What do you mean by the seed of truth? What is the meaning? സത്യത്തിൻ്റെ വിത്ത്. യെസ്, ട്രൂത്ത് മീൻസ് സത്യം. ഓക്കെ, സത്യത്തിൻ്റെ വിത്ത്. And it is an Indian folk tale retold by Sudha Murthy. It is written by Sudha Murthy. Okay, all of you, look at this picture, a beautiful picture. What do you see in this picture? Yes, very good. It is a garden. It is a garden. Okay. Now, look at this man. All of you, look at this man. What do you feel about him? What do you, it is a normal man? No, it is a normal man. Okay, what do you feel about him? Come on, tell me. Yes, very good. He is a king. Okay, he dressed well like a king. Yes, very good. Okay, now my next question is, where is the king standing? Where is the king standing? Yes, the king standing. Okay, my next question, where is the king standing? Where is the king standing? Yes, very good. The king standing in the middle of the garden. The king standing the middle of the garden. Okay, now we are going to enter the chapter. The first section of this chapter, the worry, is the name, the worry. Worry means ഒരു വിഷമം അല്ലേ? ദ വറി, വറി മീൻസ് വിഷമം അല്ലെങ്കിൽ വേവലാതിപ്പെടുക, അങ്ങനെയൊക്കെ പറയും വറിക്ക് മീനിങ്. നമ്മൾ നെഗറ്റീവ് തോട്ടിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എടുക്കുന്നതിനാണ് എന്ത് പറയുക? വറി എന്ന് പറയുക. ഇറ്റ്സ് മീൻ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വേവലാതിപ്പെടുക, ദ വറി. ഓക്കെ, നൗ സ്റ്റാർട്ടിങ്. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗന്ധാര. He was a just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables, and crops. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Who would take over the kingdom after him? Okay, all the students must read one time this passage. Okay, now we are going to examine. Vidyadhara. Vidyadhara was the king of Gandhara. Vidyadhara was the name of the king, Vidyadhara. Okay, Vidyadhara was the king of Gandhara. Gandhara, it is a place name, and Vidyadhara
It's a king name. Yes, very good. The Vidyadhara was the king of Gandhara. ഗന്ധാര എന്ന് പറയുന്ന പ്രദേശത്തെ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ആര്? വിദ്യാധര. ഓക്കെ, വിദ്യാധര വാസ് ദി കിങ് ഓഫ് ഗന്ധാര. ആൻഡ് ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ഹി വാസ് എ ജസ്റ്റ്. അദ്ദേഹം വളരെ നീതിമാനായിരുന്നു. ജസ്റ്റ് ആൻഡ് വൈസ്, അതോടൊപ്പം വളരെ ബുദ്ധിമാനുമായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം, ആ രാജാവ് വളരെ നീതിമാനും അതുപോലെ വളരെയധികം ബുദ്ധിമാനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗന്ധാര. ഗന്ധാര എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ആര്? വിദ്യാധര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം വളരെ നീതിമാനും വളരെ ബുദ്ധിമാനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആര്? വിദ്യാധര. ഓക്കെ, നെക്സ്റ്റ് പാസേജ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഫോണ്ട് ഓഫ് മീൻസ് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുക. എന്ത് ഇഷ്ടപ്പെടുക? ഗാർഡനിങ്. ഗാർഡൻ. വാട്ട് യു മീൻ ബൈ ഗാർഡൻ? യെസ്, വെരി ഗുഡ്. പൂന്തോട്ടം. ഗാർഡനിങ്, ദാറ്റ് മീൻസ് ടു ലുക്ക് ആഫ്റ്റർ ദി ഗാർഡൻ. ഗാർഡനൊക്കെ നോക്കി നടത്തുന്നതിനാണ് എന്ത് പറയുക? ഗാർഡനിങ്. പൂന്തോട്ട പരിപാലനം. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ആ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ത്? പൂന്തോട്ട ഇങ്ങനെ നോക്കി നടത്തുന്നതിന്, ആ പൂന്തോട്ട പരിപാലനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി സ്പെൻഡ് മീൻസ് ചിലവഴിക്കുക. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. അദ്ദേഹത്തിൻ്റെ സമയം മുഴുവനും എവിടെയാണ് ചിലവഴിക്കുന്നത്? ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം. ഹി സ്പെൻഡ്, അദ്ദേഹം ചിലവഴിക്കുന്നു. എ ലോട്ട് ഓഫ് ടൈം, അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ എവിടെയാണ്? ടെൻഡിങ് ഹിസ് ഗാർഡൻ. ടെൻഡിങ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. ടെൻഡിങ് ഹിസ് ഗാർഡൻ, അദ്ദേഹത്തിൻ്റെ ഗാർഡൻ പരിപാലിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സമയം മുഴുവനും ചിലവഴിക്കുന്നത്. എന്തൊക്കെയാണത് നോക്കാം നമുക്ക്. പ്ലാന്റിങ് ദി ഫൈനസ്റ്റ് പ്ലാന്റ്സ്. പ്ലാന്റിങ് ദി ഫൈനസ്റ്റ് പ്ലാന്റ്സ്. ഫൈനസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മികച്ച സസ്യങ്ങൾ. അദ്ദേഹം എന്ത് ചെയ്തു? ആ പൂന്തോട്ടത്തിൽ മികച്ച സസ്യങ്ങളെല്ലാം, മികച്ചതായിട്ടുള്ള ചെടികളെല്ലാം കൊണ്ടു നട്ടു. പ്ലാന്റിങ് ദി ഫൈനസ്റ്റ് പ്ലാന്റ്സ്. ആൻഡ് ഫ്രൂട്ട് ട്രീസ്. ഫ്രൂട്ട് ട്രീസ് എന്ന് പറഞ്ഞാൽ നല്ല പഴങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ. ഫ്രൂട്ട് ട്രീസ്, ഫലവൃക്ഷങ്ങൾ അദ്ദേഹം കൊണ്ടു നട്ടു. ആൻഡ് വെജിറ്റബിൾസ്, ഒരുപാട് പച്ചക്കറികൾ. ആൻഡ് ക്രോപ്സ്, ഒരുപാട് വിളകൾ, ചെറിയ ചെറിയ വിത്തുകളുള്ള ഒരുപാട് വിളകളും അദ്ദേഹം എന്ത് ചെയ്തു? ആ ഗാർഡനിൽ കൊണ്ടു നട്ടു. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ആ രാജാവിന് പൂന്തോട്ട പരിപാലനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ. അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ എവിടെയാണ് ചിലവഴിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഗാർഡനിലാണ് ചിലവഴിക്കുന്നത്. പ്ലാന്റിങ് ദി ഫൈനസ്റ്റ് പ്ലാന്റ്സ്. മികച്ച ചെടികൾ, മികച്ച സസ്യങ്ങളെല്ലാം അവിടെ നട്ടു അദ്ദേഹം. ഫ്രൂട്ട് ട്രീസ്, ഒരുപാട് നല്ല പഴങ്ങളുള്ള വൃക്ഷങ്ങൾ അദ്ദേഹം നട്ടു. വെജിറ്റബിൾസ്, ഒരുപാട് പച്ചക്കറികൾ. ആൻഡ് ക്രോപ്സ്, ഒരുപാട് വിളകൾ എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ പ്ലാന്റിങ് ദി ഗാർഡൻ, ആ ഗാർഡനിൽ അദ്ദേഹം എന്ത് ചെയ്തു? നട്ടു ഈ സാധനങ്ങളൊക്കെ. ഹിസ് പീപ്പിൾ വേർ വെരി ഹാപ്പി ബിക്കോസ് ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. വളരെ നീതിമാനും വളരെ ബുദ്ധിമാനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആര്? വിദ്യാധര. സോ ഹിസ് പീപ്പിൾ വേർ
വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ. അദ്ദേഹം വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. The one of the problem that the king did not have children. The king did not have children. പക്ഷെ ആ രാജാവിന് എന്തുണ്ടായിരുന്നില്ല? കുട്ടികൾ ഉണ്ടായിരുന്നില്ല. The king, ആ രാജാവിന് did not have children. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. As the king grow older, അദ്ദേഹത്തിന് എന്ത് ആവുന്നുണ്ട്? പ്രായം കൂടുന്നുണ്ട്. ആസ് ദ കിങ് ഗ്രോ ഓൾഡർ, പ്രായം കൂടുന്തോറും എല്ലാവരും ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ്. എല്ലാവരും ഭയങ്കരമായിട്ട് വേവലാതിപ്പെടുവാൻ തുടങ്ങി, വിഷമിക്കുവാൻ തുടങ്ങി. രാജാവിന് പ്രായം കൂടി വരികയാണ്, അദ്ദേഹത്തിന് മക്കളില്ല. The king did not have children. As the king grew older, so everyone got more and more worried. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. എന്താണ്? Who would take over the kingdom after him? Yes, it's a right question. Who would take over the kingdom after him? അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം പിന്നെ ആരാണ് ഏറ്റെടുക്കുക? ഹു വുഡ് ടേക്ക് ഓവർ ദി കിങ്ഡം? കിങ്ഡം മീൻസ് ആ സാമ്രാജ്യം അല്ലെങ്കിൽ ആ രാജ്യം. ആഫ്റ്റർ ഹിം, അദ്ദേഹത്തിന് ശേഷം. ഹു വുഡ് ടേക്ക് ഓവർ ദി കിങ്ഡം ആഫ്റ്റർ ഹിം? അദ്ദേഹത്തിന് ശേഷം ഈ രാജ്യം പിന്നെ ആരാ ഏറ്റെടുക്കുക? So everyone got more and more worried. Who would take over the kingdom after him? എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ ഒരു രാജ്യം ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു വേവലാതിയാണ്, വിഷമത്തിലാണ് എല്ലാവരും. ദിസ് ഈസ് ദി ഫസ്റ്റ് ചാപ്റ്റർ, ദ വറി. I think all you are understand.